നാളെയുടെ പൂമൊട്ടുകൾ തേടി പോകുമ്പോൾ കൊഴിഞ്ഞുപോയ ഇന്നലകളെ മറക്കാതിരിക്കുക. ഒരിക്കൽ നമ്മളോടൊപ്പം ആ ഇന്നലകൾ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളിൽ ആളുകൾ ആദ്യം ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ പുഞ്ചിരിയും പിന്നെ നിങ്ങളുടെ കണ്ണുകളുമാണ്. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുക. ഭയപ്പെടാൻ തുടങ്ങിയാൽ അതിനേ സമയം ഉണ്ടാകൂ. വേദനയേക്കാൾ ആളുകൾ മരണത്തെ ഭയപ്പെടുന്നു. അവർ മരണത്തെ ഭയപ്പെടുന്നു എന്നത് വിചിത്രമാണ്. മരണത്തേക്കാൾ ജീവിതം വേദനിപ്പിക്കുന്നു. മരണസമയത്ത് എല്ലാ വേദനകളും എന്നെന്നേക്കുമായി തീരുന്നു. നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന രീതി നിങ്ങളുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നല്ല വസ്ത്രധാരണം സുസ്ഥിരമായ സന്തോഷത്തിനും മെച്ചപ്പെട്ട ജീവിതത്തിനും സഹായിക്കുന്നു. വിഷാദരോഗ സാധ്യതയെ കുറയ്ക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന്മാരെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ കടന്നുപോകാൻ ശ്രമിക്കുക. തിരിച്ചും അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചറിയാൻ സഹായിക്കും. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്മാനം. സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വസ്തതയാണ് ഏറ്റവും നല്ല ബന്ധം. ഒന്നിനും തിരക്ക് കൂട്ടരുത്. ശരിയായ സമയമാകുമ്പോൾ അത് സംഭവിക്കും. മറ്റാരും നിങ്ങളുടെ നിലനിൽപ്പ് ആഗ്രഹിക്കാത്തതിനാൽ നിങ്ങൾക്കായി നിങ്ങൾ തന്നെ നിലകൊള്ളുക. വേറൊരാളെയും പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരിടത്തു നിന്നും കാര്യങ്ങൾ എങ്ങനെ മാറി നിങ്ങൾ ഇവിടെ അവസാനിച്ചുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ മനുഷ്യനും ആദ്യം തോൽക്കുന്നത് സ്വന്തം മനസ്സിലാണ്. രാത്രിയിൽ ഒരു കള്ളനെപ്പോലെ മരണം നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അവന് മോഷ്ടിക്കാൻ ഒന്നും അവശേഷിക്കാത്ത വിധം പൂർണ്ണമായും ജീവിതം നയിക്കുക. സന്തോഷം എന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, അവ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. സുഹൃത്തുക്കൾ അങ്ങനാ. ചിലപ്പോൾ തമ്മിലടിക്കും, ചിലപ്പോൾ സ്നേഹിക്കും. എന്തായാലും സന്തോഷമായാലും ബുദ്ധിമുട്ടായാലും അവരുണ്ടാകും. എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ്. ഒരു വ്യക്തി എത്ര മിടുക്കനാകുന്നുവോ അത്രയും വേഗത്തിൽ അവൻ ചിന്തിക്കുന്നു. പക്ഷേ അവൻ എഴുതുന്നത് മന്ദഗതിയിലായിരിക്കും. ഒന്നിനും തിരക്ക് കൂട്ടരുത്. ശരിയായ സമയം ആകുമ്പോൾ അത് സംഭവിക്കും. മറ്റൊരാൾക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാനോ അസന്തുഷ്ടനാക്കാനോ കഴിയുമെന്ന് ചിന്തിക്കുന്നത് പരിഹാസ്യമാണ്. നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കി എന്നാണ്. മിക്ക സ്ത്രീകളും മറ്റു സ്ത്രീകളെ എതിരാളികളായാണ് കണക്കാക്കുന്നത്. എന്നാൽ മിക്ക പുരുഷന്മാരും മറ്റെല്ലാ പുരുഷന്മാരെയും അവരുടെ സഖ്യകക്ഷികൾ ആയാണ് കാണുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ട്, പുറത്തെ സംഭവങ്ങളിലല്ല. ഇത് തിരിച്ചറിയുക. നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ഉള്ളിൽ കൂടുതൽ ഗൗരവത്തോടെ ജീവിക്കാൻ തുടങ്ങിയ മനുഷ്യനെ ദൈനംദിന ജീവിതത്തിൽ വളരെ ലളിതമായും നിസ്സാരമായും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു. പ്രഭാതത്തിന് മുമ്പ് രാത്രി എപ്പോഴും ഇരുണ്ടതാണ്. ജീവിതവും ഇങ്ങനെ തന്നെയാണ്. പ്രയാസകരമായ സമയങ്ങൾ കടന്നുപോകും. എല്ലാം മെച്ചപ്പെടും. നിങ്ങൾ എന്നത്തേക്കാളും പ്രകാശിക്കും. കാര്യങ്ങൾ എളുപ്പമാകാൻ കാത്തിരിക്കരുത്. ജീവിതം എപ്പോഴും സങ്കീർണം ആയിരിക്കും. ഇപ്പോൾ സന്തോഷവാനായിരിക്കാൻ പഠിക്കുക. അല്ലാത്തപക്ഷം നിങ്ങൾക്ക് സന്തോഷിക്കാൻ ലഭിക്കുന്ന സമയം വളരെ പരിമിതമായിരിക്കും. ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ അവിവാഹിതനായി തുടരുമ്പോൾ കാലം പോകുന്തോറും അയാൾക്ക് അവിവാഹിതനായി തന്നെ തുടരാനുള്ള ആഗ്രഹം വർദ്ധിക്കും. മരണം നമ്മെ ബാധിക്കുന്നില്ല, കാരണം നമ്മൾ ഉള്ളിടത്തോളം മരണം ഇവിടെ ഇല്ല. അത് വരുമ്പോൾ നമ്മൾ നിലനിൽക്കുന്നുമില്ല. താൻ ഒരിക്കലും അതിന്റെ തണലിൽ ഇരിക്കാൻ പോകുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ ഒരു മരം നടുമ്പോൾ അതിനർത്ഥം ജീവിതം എന്നാൽ എന്താണെന്ന് അയാൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. പക്ഷേ ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും. കാലം ഒരു മുറിവും ഉണക്കാറില്ല, ആ മുറിവുമായി എങ്ങനെ ജീവിക്കാം എന്ന് മാത്രം പഠിപ്പിക്കുന്നു. ബുദ്ധിമുട്ടുകൾ പലപ്പോഴും സാധാരണക്കാരെ അസാധാരണമായ ഒരു വിധിക്കായി ഒരുക്കുന്നു. സത്യമാണെങ്കിലും സന്ദർഭം ഉചിതമല്ലെങ്കിൽ പറയരുത്. ബന്ധങ്ങൾ നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ 1000 തെറ്റുകളെയും ക്ഷമിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ ഒരു തെറ്റ് കാരണമാക്കി അവർ പോകും.
എല്ലാവരും തന്നിൽ തന്നെ സംതൃപ്തരായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ലക്ഷ്യം കൈവരിക്കും. ആകാശം പോലെയാണ് ചില സ്വപ്നങ്ങൾ. കാണാൻ സാധിക്കും, എങ്കിലും എത്തിപ്പിടിക്കാൻ അത്ര എളുപ്പമല്ല. നമ്മുടെ മസ്തിഷ്കം വളരെ ശക്തമാണ്. അതിൽ വീഡിയോ സേവ് ചെയ്താൽ 100 വർഷം കഴിഞ്ഞാലും അതിനെ സ്ട്രീം ചെയ്യാൻ കഴിയും. എന്നും കൂടെ ഉണ്ടാവുമെന്ന് വാക്ക് നൽകി ഉപേക്ഷിച്ചു പോയവരെ അല്ല, ഒരു വാക്കും നൽകാതെ ഒരു നിബന്ധനകളും വെക്കാതെ കൂടെ നിൽക്കുന്നവരെയാണ് ചേർത്ത് നിർത്തേണ്ടത്. മുഖങ്ങളിൽ ആണ് ചിരി വിടരുന്നതെങ്കിലും ചില ചിരികൾക്ക് പിന്നിൽ പല മുഖങ്ങളുണ്ട്. ആളുകളുടെ അഭിപ്രായത്തേക്കാൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകുക. എല്ലാം ഓരോ തോന്നലുകളായിരുന്നുവെന്ന് മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കാറില്ലേ? സ്വയം വീണ്ടെടുക്കാനുള്ള മനുഷ്യന്റെ മറ്റൊരു ശ്രമമാണത്. ഒരു പ്രബലമായ സൗഹൃദത്തിന് ദൈനംദിന സംഭാഷണത്തിന്റെ ആവശ്യമില്ല. എപ്പോഴും ഒരുമിച്ചുണ്ടാകണം എന്നില്ല. നമ്മുടെ മനസ്സിൽ അവർ ഉണ്ടായിരിക്കുന്നിടത്തോളം യഥാർത്ഥ സുഹൃത്ത് ഒരിക്കലും പിരിയുകയില്ല. ഒരു അമ്മ തന്റെ ഏക കുഞ്ഞിനെ ജീവൻ കൊണ്ട് സംരക്ഷിക്കുന്നത് പോലെ എല്ലാ ജീവികളോടും അതിരുകളില്ലാത്ത സ്നേഹം വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടൊപ്പം കൊണ്ട് നടക്കരുത്. പകരം അവയെ നിങ്ങളുടെ കാൽക്കീഴിൽ വയ്ക്കുക. അത് നിങ്ങളുടെ ചവിട്ടുപടികളായി ഉപയോഗിക്കുക. സ്നേഹത്തിന്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ്. ഒരാളുമായി യഥാർത്ഥ ബന്ധം നിലനിർത്താൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അവരെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുക, അല്ലാതെ അവരെക്കുറിച്ച് കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ അല്ല. നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ രസകരമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ പുരുഷനിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഉയർന്ന ബുദ്ധിശക്തിയുള്ള ആളുകൾക്ക് സമ്മർദ്ദത്തെ ചെറുക്കുക എന്നത് പലപ്പോഴും എളുപ്പമായിരിക്കും. ബുദ്ധിയുള്ള ആളുകൾക്ക് തങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിൽ താൽപ്പര്യം നന്നേ കുറവാണ്. പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയിത്തീരണം. നിങ്ങൾ സ്വയം ഒരു പിതാവാകുന്ന ദിവസം മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുന്നത്. നമ്മുടെ സാന്നിധ്യം കൊതിക്കുന്ന, നമ്മുടെ സ്നേഹത്തിനായി ദാഹിക്കുന്ന, അതിൽ ആഹ്ലാദിക്കുന്ന, എന്നും നമുക്കായി പ്രാർത്ഥിക്കുന്ന കുറച്ച് മനുഷ്യരാണ് ജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. നമുക്കൊരു തളർച്ച വന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്ത മനുഷ്യർ ഉണ്ടല്ലോ, അവരെ ഒരിക്കലും വീണ്ടും വിശ്വസിച്ചു പോകരുത്. നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ്. താൽക്കാലിക വികാരങ്ങളിൽ ഒരിക്കലും സ്ഥിരമായ തീരുമാനങ്ങൾ എടുക്കരുത്. നദികൾ ഒരിക്കലും പുറകോട്ട് സഞ്ചരിക്കില്ല. അതുപോലെ നിങ്ങളും ഏതൊരു പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ടു പോകുക. ദൂരം ഒരു ബന്ധവും നശിപ്പിക്കുന്നില്ല. കാലം ഒരു ബന്ധവും ഉണ്ടാക്കുന്നുമില്ല. വികാരങ്ങൾ ഹൃദയത്തിൽ നിന്നുള്ളതാണെങ്കിൽ ബന്ധങ്ങൾ എപ്പോഴും വജ്രം പോലെ തിളങ്ങും. കുറ്റം കണ്ടെത്തരുത്, പകരം പ്രതിവിധി കണ്ടെത്തുക. ആർക്ക് വേണമെങ്കിലും പരാതിപ്പെടാം. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി തിരിച്ചും അവഗണിക്കാൻ പഠിച്ചാൽ ജീവിതം കുറെക്കൂടി എളുപ്പമാകും. മൃദുവായ സ്വഭാവം ബലഹീനതയായി കാണരുത്. ഓർമ്മിക്കുക, വെള്ളം പോലെ മൃദുവായത് വേറെ ഒന്നുമില്ല. പക്ഷേ അതിൻ്റെ ശക്തിക്ക് ഏറ്റവും ശക്തമായ പാറകളെപ്പോലും തകർക്കാൻ കഴിയും. നിങ്ങളുടെ ചിന്തയുടെ ഗുണനിലവാരം പോലെ ആയിരിക്കും നിങ്ങളുടെ സന്തോഷവും. പ്രായം എന്നത് വർഷങ്ങളുടെ കടന്നുപോക്കാവരുത്. അത് നിങ്ങൾക്കുള്ളിലെ വിവേകത്തിന്റെയും ജ്ഞാനത്തിന്റെയും ഉദയത്തിലേക്കുള്ള ഓരോ കാൽവെപ്പുകൾ ആയിത്തീരണം. 96% സ്ത്രീകൾക്കും തന്റെ ജീവിത പങ്കാളി ചെയ്യുന്നതിൽ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്നത് അവർ വിഷമിച്ചിരിക്കുമ്പോൾ തന്റെ പങ്കാളി സ്നേഹത്തോടെ ചേർത്തുപിടിക്കുന്നതാണ്. ഒരു സ്ത്രീ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുടിയിൽ തൊടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ശ്രദ്ധ നേടാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. വിജയിക്കാനുള്ള നിങ്ങളുടെ സ്വന്തം ആഗ്രഹം മറ്റേതൊരു കാര്യത്തേക്കാളും പ്രധാനമാണ് എന്ന് നീ എപ്പോഴും ഓർക്കുക. ഒരിക്കലും ഒന്നിനും അടിമയാകാതിരിക്കുക. നമ്മൾ നമ്മളല്ലാതാകുന്നത് പലതിനെയും അന്ധമായി പിന്തുടരുമ്പോഴാണ്. ചില ബന്ധങ്ങൾ അതിരു കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ അവർ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്.
കാരണം അതിനുള്ള അവസരം കൊടുത്തത് നമ്മൾ തന്നെയാണ്.